കൂട്ടുകാരെ വരൂ, നമുക്ക് പോകാം. ജോർദാറെ, വണ്ടി വേഗം ഓടിക്ക്, അല്ലെങ്കിൽ മാഡത്തിന് ലാപ്ടോപ്പ് കൊടുക്കാൻ താമസിക്കും. ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 5 മണിക്ക് മുമ്പ് നമുക്ക് ഒരിക്കലും ഓഫീസിലെത്താൻ പറ്റില്ല. സംശയമുണ്ടോ? സംശയം ഇപ്പൊ എനിക്കാ ഉള്ളത്. ബോസിന് സ്വന്തമായിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചൂടെ? മാഡത്തിന്റെ ലാപ്ടോപ്പ് എന്തിനാ അദ്ദേഹം യൂസ് ചെയ്യുന്നേ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ബോസിന്റെ ലാപ്ടോപ്പ് കേടായി പോയി. ഇനി മാഡത്തിന്റെ ലാപ്ടോപ്പ് വെച്ച് അദ്ദേഹത്തിന് ജോലി ചെയ്യാനാവൂ. വാവ്, ഒരാളുടെ ലാപ്ടോപ്പിൽ മറ്റൊരാൾ ജോലി ചെയ്യുന്നു. നീ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കൂട്ടുകാരാ. താങ്ക് യു. നിന്നോടല്ല ഞാൻ പറഞ്ഞത്, ഈ ലാപ്ടോപ്പിനോടാ. ഇവൻ ബോസിന് വേണ്ടിയുള്ള പണിയും എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് നിന്റെ കൂട്ടുകാരനെ അല്ലേ? ആ, ഇന്ന് മുതൽ ഇവന്റെ പേര് ലാപ്പി എന്നാണ്. ഇവനെ ഞാനൊരു ജിംനാസ്റ്റ് ആക്കും. ഇവന്റെ ശരീരം നല്ല ഫ്ലെക്സിബിൾ ആണ്. ഓ, ഇവന് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല. ഞാൻ ഇവന് എന്തായാലും ഒരു ക്യാപ്പ് വെച്ചു കൊടുക്കാൻ പോവുക. വിശക്കാണെങ്കിൽ പറയണേ എന്റെ ലപ്പി. ചാർജർ, ഉപ്പേരി, പിന്നെ സോഫ്റ്റ്വെയർ ബിരിയാണി, പിന്നെ പനീർ ആപ്പ് എല്ലാം ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. അല്ല, ഈ ഡെലിവറി ബോയ് എന്താ ഇതുവരെയായിട്ട് എന്റെ ലാപ്ടോപ്പ് കൊണ്ടുവരാതിരിക്കുന്നത്? അല്ല, ഈ വൃത്തികെട്ട പൂച്ചകളുടെ അടുത്താണോ എന്റെ ലാപ്ടോപ്പ്? ഞാൻ ലാപ്ടോപ്പ് ഓർഡർ ചെയ്തിട്ട് ഇത്രയും സമയമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ വീടിന്റെ മുന്നിലൂടെ തന്നെ എന്റെ ലാപ്ടോപ്പ് കൊണ്ടുപോവുകയാണോ ഇവര്? ഇതെന്താ സംഭവിക്കുന്നത്? അവർ 4 പേര് എപ്പോഴും നിനക്ക് പ്രശ്നം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കി നിന്റെ ലാപ്ടോപ്പ് അവർ കൊണ്ടുപോവുകയാണ്. നീ നിന്റെ ലാപ്ടോപ്പ് തിരിച്ചു വാങ്ങിച്ചേ മതിയാകൂ. അല്ലല്ല, ചിലപ്പോൾ ഇത് അവരുടെ ലാപ്ടോപ്പ് ആയിരിക്കാം. നീ എങ്ങും പോകണ്ട, നിന്റെ ലാപ്ടോപ്പിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യ്. എടാ, എത്ര സമയം വെയിറ്റ് ചെയ്യും? നീ പോ നോക്ക്. ഇവന്റെ വാക്ക് കേക്കരുത് സണ്ണി. വേഗം പോ. തീർച്ചയായും ഞാൻ പോവും. ആ ലാപ്ടോപ്പ് എനിക്ക് കിട്ടിയേ മതിയാകൂ. എടാ, എന്നെക്കാളും സ്മാർട്ട് ഇവിടെ ആരും ആകണ്ട. എടേ, ഒന്ന് പതുക്കെ പോണേ. ഓഫീസിലേക്ക് പോണ്ടത്, ശ്മശാനത്തിലേക്കല്ല. ഹണി, ലാപ്ടോപ്പ് സൂക്ഷിച്ചു വെക്ക്. ഇത് നമ്മുടേതല്ല, മറ്റൊരാളുടേതാ. എന്ത്? മറ്റൊരാളുടെ ആണെന്നോ? അതെ, ഈ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് സമയത്ത് തന്നെ ബോസിന്റെ അടുത്തേക്ക് എത്തിക്കണം. എന്നൊന്ന് ബോസോ? യുവമാരുടെ ലാപ്ടോപ്പ് ഏതോ ഒരു ബോസിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കൊതുകുകൾ പോലും എന്നോട് ചോദിച്ചിട്ടേ എന്നെ കടിക്കുള്ളൂ. എന്നാൽ യുവമാർ ഞാൻ അറിയാതെ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് പോവുകയാണ്. ഇപ്പൊ തന്നെ ലാപ്ടോപ്പ് ഞാൻ തിരിച്ചെടുക്കും. വാവ്, കൂട്ടുകാരായ സണ്ണിയെ പോലെ വേണം. നമുക്ക് പകരം ബോസിന്റെ ലാപ്ടോപ്പ് അവൻ തന്നെ കൊടുക്കാൻ പോവാണ്. എടാ കഴുതേ, അവൻ ലാപ്ടോപ്പ് അടിച്ചോണ്ട് പോവാ. ജോർദാറെ, വണ്ടി അവന്റെ പുറകെ വിട്ടോ, വേഗം. ലാപ്ടോപ്പ് മോഷ്ടിക്കുന്നത് ഒരു വൃത്തികെട്ട ഇടപാടാ. മറ്റുള്ളവരുടെ ലാപ്ടോപ്പ് മോഷ്ടിക്കുന്നത് മോശം തന്നെയാണ്. ഇവനെ എന്തായാലും ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ. ഈ 4 എണ്ണത്തിന് ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. ലാപ്പി, വേഗം വാ. നീ എന്റെ അടുത്തേക്ക് വന്നേക്ക്. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അതിനർത്ഥം ലാപ്ടോപ്പ് നമുക്ക് തരുമെന്നാ. ജോർദാറെ, ലെഫ്റ്റിൽ പോ, ലെഫ്റ്റിൽ. എടാ, ആവശ്യമില്ല നിങ്ങൾ 4 പേര് എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നമെന്നോ? ഞങ്ങളെന്താ നിനക്ക് ഹൊറർ മൂവി കാണിച്ച് നിന്നെ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നോ? നമുക്ക് കോംപ്രമൈസ് ആവാ സണ്ണി. സ്ക്രീൻ നീ എടുത്തോ, ഈ കീബോർഡ് ഞങ്ങൾ എടുത്തോളാം. ലാപ്പിക്കും സന്തോഷം, നമുക്കും സന്തോഷം. കീബോർഡ് വെച്ച് നീ ഹാർമോണിയം വായിക്കാൻ പോണ. ബോസിന് മുഴുവൻ ലാപ്ടോപ്പും വേണം. യുവമാരെ ഞാൻ വിടില്ല. എന്റെ ലാപ്ടോപ്പ് എനിക്ക് തന്നെ വേണം. ഞാനിത് നിങ്ങൾക്ക് തരില്ല.
ലാപ്പി എന്തായാലും സുരക്ഷിതമായി തന്നെയാണ് അവിടെ ചെന്ന് എത്തിയത്. നിന്റെ വായിൽ എന്തുവാടാ? ഓളം പൊട്ടി അതല്ല ഇടുവോ? അല്ല, എന്റെ കൂട്ടുകാരൻ ലെപ്പി പോയിരിക്കുക. ആ ദേഷ്യത്തിലാണ് എന്റെ മുഖം ഇങ്ങനെ വീർത്തത്. ചേട്ടാ, ഈ അഡ്രസ് എവിടെയാണെന്ന് പറയാമോ? എടോ എന്റെ ഒരു സമയമല്ല, ഒന്ന് പോകുന്നുണ്ടോ? എന്താടാ ഇത്? അഡ്രസ് ചോദിച്ചാൽ എങ്ങനെയാണോ പെരുമാറുന്നത്? എന്തായാലും എനിക്ക് ആ ട്രക്ക് വേണം. നിനക്ക് ലാപ്ടോപ്പ് വേണോ അതോ ട്രക്ക് വേണോ? നിന്റെ അത്യാഗ്രഹം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സണ്ണി. എടാ അവന്റെ കാര്യം വിട്, നമുക്ക് ലാപ്ടോപ്പ് വേണം. ട്രക്കിന്റെ പുറകെ ഓടിക്കോ, വേഗം നമുക്കത് എടുക്കണം. ട്രക്ക് അതാ പോകുന്നു. ലാപ്ടോപ്പ് അതിനകത്താ ഉള്ളത്. ലാപ്ടോപ്പ് എന്ന് എന്തിനാ പറയുന്നേ? ലാപ്പി എന്നാണ് അതിന്റെ പേര്. അതിനെ പേര് പറഞ്ഞു വിളിക്കേ. ഓ നോ, എന്തായാലും ഞാൻ നന്നായിട്ട് കുടുങ്ങിയെന്നാ തോന്നുന്നേ. കൂട്ടുകാരെ വരൂ, നമുക്ക് പോകാം. താങ്ക് യു പറഞ്ഞുകൊണ്ടിരുന്നാലേ 3 മിനിറ്റ് വേസ്റ്റ് ആയി പോകും. 5 മണിക്ക് മുമ്പ് ഓഫീസിലേക്ക് എത്തേണ്ടതാണ്. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ എത്തിച്ചേരണം. ആ ക്യാപ്പ് എനിക്കിതാ. ഞാൻ ഇപ്പോൾ തന്നെ ലാപ്ടോപ്പ് എടുത്തേക്കാം. എന്റെ ലാപ്പി ഇരുട്ടി കിടന്ന് പേടിക്കുന്നുണ്ടാവും. അവനെ എത്രയും വേഗം പുറത്തിറക്കണം. ലാപ്പി ഓടിക്കോ, കമോൺ ഗോ. ഇവന്റെ ബോർഡിന് എന്തോ പ്രശ്നം പറ്റിയെന്നാ തോന്നുന്നത്. ഇതിന്റെ ഹാർഡ് ഡിസ്കിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയില്ല. അഞ്ച് മണി ആകാറായി കൂട്ടുകാരെ. നമുക്ക് എത്രയും പെട്ടെന്ന് എത്താം. ഓഫീസ് അടുത്ത് തന്നെയാ. എടാ, ഞാൻ ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ ബോസിന് കൊടുക്കാൻ സമ്മതിക്കില്ല. സണ്ണി, ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞങ്ങൾക്ക് മേഡത്തിന്റെ ലാപ്ടോപ്പ് ബോസിന് കൊടുക്കേണ്ടതാണ്, അതും 5 മണിക്ക് മുമ്പായി. നീ എന്തായി പറഞ്ഞത്? എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? കൊടുക്കണം. എടാ, അതിനു മുമ്പ് എന്താ പറഞ്ഞത്? മാഡത്തിന്റെ ലാപ്ടോപ്പ്. എടാ, ഇത് മിസ് കാട്കറിന്റെ ലാപ്ടോപ്പ് ആണോ? അതെ. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ഒരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്തായിരുന്നല്ലോ, അതെവിടെ പോയി? നിനക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് എന്തറിയാം? വെറുതെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് കറങ്ങി നടക്കലുള്ള ഇതിന്റെ പണി. അല്ല പിന്നെ വൃത്തികെട്ട പൂച്ച. ഞങ്ങൾ ഈ ലാപ്ടോപ്പ് മേഡത്തിന്റെ ബോസിന് കൊടുക്കാൻ പോയതാ. ലാപ്ടോപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല. എന്റെ പൊന്നു ചേട്ടാ, ഇതിനകത്തുള്ള അഡ്രസ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഈ ലാപ്ടോപ്പ് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതാ.
എടാ ഇതെന്റെ വീട്ടിന്റെ അഡ്രസ്സാണ്. അപ്പൊ എന്റെ ലാപ്ടോപ്പ് നിന്റെ കയ്യിലാണോ ഉള്ളത്? കൂട്ടുകാരെ എന്നോട് ക്ഷമിക്കൂ, കൺഫ്യൂഷൻ കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. ഇനി എന്തായാലും ഞാൻ ഇങ്ങനെ ഒന്നും തന്നെ ചെയ്യുകയില്ല. 5 മണിയാക്കാൻ 1 മിനിറ്റേ ഉള്ളൂ, വേഗം വരൂ. മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, പക്ഷേ ഇതുവരെ ലാപ്ടോപ്പ് കാട്ട്കർ എത്തിച്ചിട്ടില്ല. സാറേ ഞങ്ങൾ ലാപ്ടോപ്പ് കൊണ്ടുവന്നു. താങ്ക് യു. നിങ്ങൾ 4 പേരും ഒരു വലിയ മീറ്റിംഗ് ക്യാൻസൽ ആവാതെ രക്ഷിച്ചിരിക്കുകയാണ്. നീ പൊയ്ക്കോ ലപ്പി, മീറ്റിംഗ് നടത്തിക്കോ. നിന്നോട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ അത് എന്നോട് പറയാൻ നീ മറക്കണ്ട. അവന്റെ ഒരു സെന്റിമെന്റ്സ്. എടാ ലാപ്ടോപ്പ് നാളെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തും, മനസ്സിലായോ? സത്യമായിട്ടും? ഒരു മിനിറ്റ്, എന്നാ പിന്നെ നമുക്ക് നാളെ കാണാം.